അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതആലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഈ മനോഹരമായ എസ്പെറൻസയുടെ വേദിയിൽ സമകാലിക സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ്. പ്രിയപ്പെട്ട മുതആലിം സുഹൃത്തുക്കളെ, കഴിഞ്ഞ 54 വർഷം കൊണ്ട് ലോകം ഒരുപാട് മാറി. എന്നാൽ അതിനക്കം കൂട്ടിയത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. 1971 298 ഇന്റർനെറ്റ് ഉപയോക്താക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2025 ലോക ജനസംഖ്യയുടെ 65.7% ആളുകളും, അതായത് 8.2 ബില്യൺ ജനങ്ങളിൽ 5.41 ബില്യൺ ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. വെറും ഒരു ക്ലിക്ക് കൊണ്ട് ദൂരത്തിൽ ലോകം മുഴുവനും നമ്മളുടെ കൈകളിലായി. ഈ സാങ്കേതിക വിപ്ലവം ഒരു വശത്ത് നമുക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു തന്നപ്പോൾ, മറുവശത്ത് നമ്മുടെ വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം നമ്മുടെ മാനസികാരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നെന്ന് നമുക്ക് പരിശോധിക്കാം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആഡംബര ജീവിതവും സ്നേഹ നിമിഷങ്ങളൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് മറ്റുള്ളവരെല്ലാം ജീവിതം ആസ്വദിക്കുമ്പോൾ ഞാൻ മാത്രം പിറകിലോട്ട് പോകുന്ന ഒരു തോന്നൽ. ഇത് നമ്മുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഉത്കൃഷ്ട, വിഷാദം, ആത്മവിശ്വാസമില്ലായ്മ എന്നിവ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ സോഷ്യൽ മീഡിയ നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും ദുർബലമാക്കുന്നു. നമ്മൾ തൊട്ടടുത്തുള്ളവരോട് നേരിട്ട് ഇടപഴകുന്നതിനേക്കാൾ കൂടുതൽ സമയം ഫോണിൽ ചിലവഴിക്കുന്നു. ഇത് കുടുംബ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും ശിഥിലമാക്കുന്നു. അത്താഴം കഴിക്കാൻ പോലും ഒരുമിച്ചിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ഓരോരോ ഫോണുകളിൽ മുഴുകിയിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇത് വ്യക്തിജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ഒരുപോലെ ബാധിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ തൊഴിൽപരമായ കാര്യക്ഷമതയും പഠനത്തെയും സാരമായി ബാധിക്കുന്നു. വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിൽ അടിമയാകുമ്പോൾ അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരുന്നു. പഠന സമയത്തും മറ്റു ജോലികൾ ചെയ്യുന്ന സമയത്തും ഫോൺ നോക്കാനുള്ള ഒരു പ്രേരണ അവർക്കുണ്ടാകുന്നു. ഇത് അവരുടെ ശ്രദ്ധയെയും ഉൽപാദനക്ഷമതയും സാരമായി ബാധിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഒരു മനുഷ്യൻ മാത്രമല്ല, ഇത് പ്രവർത്തിക്കുന്ന അൽഗോരിതമാണ്. ആളുകളുടെ മാനസികാവസ്ഥയെ പഠിച്ച് അവർക്ക് താല്പര്യമുള്ളത് കാണിച്ചു കൊടുത്ത് അവരെ അതിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു തരം വലയാണിത്. ഈ കണ്ണിൽ നാം വീഴാതെ സൂക്ഷിക്കണം. എന്നാൽ സോഷ്യൽ മീഡിയയെ പൂർണ്ണമായും മോശമായി കാണാൻ സാധിക്കില്ല. വിവരങ്ങൾ അറിയാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും ഒക്കെ ഒരു നല്ല മാർഗമാണിത്. പക്ഷേ ഇത് എപ്പോഴാണ് അപകടകരമാകുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമുക്ക് ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നാം നമ്മുടെ തലമുറയെ ഈ സോഷ്യൽ മീഡിയയുടെ മോശമായ സ്വാധീനത്തിൽ രക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അതിനായി നാം നമ്മളുടെ കുട്ടികളെയും സുഹൃത്തുക്കളെയും ബോധവൽക്കരിക്കാം. അതിനോടൊപ്പം നാം സോഷ്യൽ മീഡിയ ഒരു പരിധി വെച്ച് ഉപയോഗിക്കാൻ നാം ഓരോരുത്തരും പഠിക്കണം. അപ്പോൾ നമുക്കൊരു ആരോഗ്യപരമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണയും. ഒരു വാർത്തയുടെ യഥാർത്ഥം മനസ്സിലാക്കാതെ അത് വേഗത്തിൽ ഷെയർ ചെയ്യാനുള്ള പ്രവണത കൂടി വരുന്നു. ഇത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുകയും അസത്യങ്ങൾ സത്യങ്ങളാണെന്ന് ധരിക്കാനും കാരണമാകുന്നു. ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് അത് വിശ്വസിക്കുന്നു. ഇത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുകയും പരസ്പരം വ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഒരു കളിപ്പാട്ടമോ വിനോദത്തിലുള്ള ഉപാധിയോ മാത്രമല്ല,
മറിച്ച് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിനായി നമുക്ക് ചില മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഒന്നാമതായി സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകളെയും വിവരങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കഴിവ് നാം വളർത്തണം. രണ്ടാമതായി സോഷ്യൽ മീഡിയ വിനോദത്തിന് മാത്രം ഉപയോഗിക്കാതെ വ്യക്തിവികസനത്തിന് ഉപയോഗിക്കാൻ പഠിക്കണം. ഇത്രയും പറഞ്ഞ് എൻ്റെ പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. വാഹദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.